ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധത്തിനായി പുതിയ കരുക്കൾ നീക്കുകയാണ്. സമാധാനത്തിന്റെ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഈ ഭൂഖണ്ഡം ഇപ്പോൾ യുദ്ധഭീതിയുടെ നിഴലിലാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കൾ ആയുധ ശേഖരണം വർദ്ധിപ്പിക്കാനും സൈനിക ശക്തി വികസിപ്പിക്കാനും തയ്യാറെടുക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ആശങ്കയ്ക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിൽ യുദ്ധം തുടരുന്നതിനായി ആയിരക്കണക്കിന് സൈനികരെ മുന്നണിയിൽ നിയോഗിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സമാധാന ചർച്ചകളിൽ ഒന്നും തന്നെ അവർ യാതൊരുവിധ പ്രതിബദ്ധതയും കാണിക്കുന്നുമില്ല. ഈ സമീപനം യൂറോപ്യൻ രാജ്യങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധം കൂടുതൽ വ്യാപകമാകുമോ അതോ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ യൂറോപ്പ് അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് യൂറോപ്യൻ നേതാക്കൾക്ക് കൂടുതൽ ആശങ്കയുണ്ടാക്കുകയാണ്. നാറ്റോയിലെ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവിന് പര്യാപ്തമായ തുക ചെലവഴിക്കുന്നില്ല എന്നാരോപിച്ച് ട്രംപ് അവരെ ചീപ്പ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. മുൻപ് പ്രതിരോധ ചെലവുകൾക്കായി നാറ്റോ അംഗരാജ്യങ്ങൾ 2% ചെലവഴിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ 5% ചെലവഴിക്കണമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. ട്രംപിന്റെ ഈ നിലപാട് നാറ്റോയിലെ യൂറോപ്യൻ രാജ്യങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. കൂടാതെ അമേരിക്ക നാറ്റോയിൽ നിന്ന് പിന്മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിരോധം ശക്തമാക്കുന്നതിനായി നിർബന്ധിതരാക്കുന്നു. ഈ സാഹചര്യത്തിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ തന്നെ പ്രതികരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഗ്രീസ് ഇതിനകം തന്നെ 3% പ്രതിരോധ ചെലവുകൾക്കായി നിക്ഷേപിച്ചിരിക്കുമ്പോൾ $28 ബില്യൺ വെടിയുണ്ടകൾക്കായും ചിലവഴിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. അതിനൊപ്പം ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനമായ അക്കിലസ് ഷീൽഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഗ്രീസ് പ്രധാനമന്ത്രി ക്രിയാക്കോസ് മിറ്റ്സോട്ടോക്കിസ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വടക്കൻ യൂറോപ്പിലും പ്രതിരോധ സംവിധാനം ശക്തമാവുകയാണ്. നോർവേ പഴയ യുദ്ധ ബങ്കറുകൾ പുതുക്കുകയാണ്. ചില ബങ്കറുകളിൽ F-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം മറ്റൊന്നിൽ അന്തർവാഹിനികൾ സഞ്ചരിക്കും. ഈ സൈനിക നീക്കങ്ങൾ രാജ്യത്തിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. 2024 മാർച്ചിൽ നാറ്റോയിൽ അംഗത്വം നേടിയ സ്വീഡൻ ആദ്യമായി പോളണ്ടിലേക്ക് യുദ്ധവിമാനങ്ങൾ അയച്ചു. 200 വർഷമായി യുദ്ധങ്ങളിൽ നിന്ന് അകന്നു നിന്ന സ്വീഡന്റെ ഈ നീക്കം നിർണായകമാവുകയാണ്. സ്വീഡനോടൊപ്പം ഫിൻലാൻഡ് പ്രതിരോധ ചെലവ് 3% വർദ്ധിപ്പിച്ചു. അതിനൊപ്പം ലാൻഡ് മൈനുകളുടെ ഉപയോഗം പുനഃസ്ഥാപിക്കാനും തീരുമാനമെടുത്തു. നേരത്തെ ലാൻഡ് മൈനുകൾ നിരോധിച്ചിരുന്ന ഫിൻലൻഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവ അനിവാര്യമാണെന്ന് വാദിക്കുന്നു. റഷ്യൻ അതിർത്തികളോട് ചേർന്നുള്ള പോളണ്ട്, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ എന്നിവയും സൈനിക മുന്നൊരുക്കം ശക്തിപ്പെടുത്തുകയാണ്. പോളണ്ട് യുദ്ധവിമാനങ്ങൾക്കും ആധുനിക ആയുധങ്ങൾക്കും കരാറുകൾ ഒപ്പുവയ്ക്കുന്നുണ്ട്. ബാൾട്ടിക് രാജ്യങ്ങൾ സംയുക്തമായി പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്നിരുന്നാലും യൂറോപ്പിൽ എല്ലായിടത്തും ഒരേ നിലപാടല്ല. ചില രാജ്യങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റു ചിലർ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഭീഷണികളുമെല്ലാം ചില രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിന്റെ ദീർഘകാല പ്രഭാവം എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമല്ല. ബങ്കറുകൾ തുറക്കുമ്പോൾ, യുദ്ധവിമാനങ്ങൾ പറക്കുമ്പോൾ, പുതിയ പ്രതിരോധ പദ്ധതികൾ നിലവിൽ വരുമ്പോൾ യൂറോപ്പ് ഇനി ശാന്തമല്ല. അവർ അതിവേഗം തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പക്ഷേ ഈ തയ്യാറെടുപ്പ് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ച സുരക്ഷ നൽകുമോ അതോ ഈ നീക്കങ്ങൾ യുദ്ധഭീഷണികൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണോ എന്നതെല്ലാം വരാനിരിക്കുന്ന കാലങ്ങളിൽ വ്യക്തമാകും.